രാജ്യവ്യാപകമായി മോദി വിരുദ്ധത പ്രതിഫലിക്കുന്നു എന്നതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൽ അന്തിമ ജയം BJPയുടേതാകാമെങ്കിലും ആ തേരോട്ടത്തിന് ഉലച്ചിൽ തട്ടിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ സമയത്ത് ചർച്ചയാകുന്ന ഒരാളുണ്ട്. പേര് ധ്രുവ റാഠി. കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകൻ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ച യുവധീരൻ. സംഘപരിവാറിന്റെ വെട്ടുകിളി കൂട്ടങ്ങളെ നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവ്. ഒരർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായിരുന്നു ധ്രുവ റാഠി. ധ്രുവ റാഠിയുടെ യൂട്യൂബ് വീഡിയോകളാണ് BJPയുടെ വിദ്വേഷ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ ജനങ്ങളുടെ നാവായത്. 20 ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള റാഠിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിന്റെ കൂടെ തെളിവാണ് ഈ ജനവിധി. മുഖ്യധാര മാധ്യമങ്ങൾ ഏകപക്ഷീയമായി BJP അനുകൂല വാർത്തകൾ മാത്രം പറഞ്ഞു നടന്നപ്പോൾ ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ 29കാരനായ ആ യുവാവ് സംഘപരിവാർ പ്രചരണങ്ങൾക്ക് മറുപടി നൽകി. ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഹകരമായ എന്തിനേയും ലളിതമായി അയാൾ അവതരിപ്പിച്ചു. ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ റാഠിയുടെ അവസാന വീഡിയോകളിലൊന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു. എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആ വീഡിയോ വരച്ചുകാട്ടി. വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം നിരവധി ഭീഷണികളാണ് അദ്ദേഹം നേരിട്ടത്. എങ്കിലും റാഠി പിന്മാറിയില്ല. ഒരു മാധ്യമ പ്രവർത്തകനല്ലായിരുന്നിട്ടും തഴക്കം വന്ന മാധ്യമ പ്രവർത്തകനെ പോലെയായിരുന്നു ധ്രുവ റാഠിയുടെ അവതരണം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നമസ്കാർ ദോസ്തോ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന റാഠിയുടെ സംഭാഷണം അധികാര സ്തംഭങ്ങളെ വിറപ്പിക്കുന്നതായിരുന്നു. ആരും പറയാൻ മടിക്കുന്നത് മുഖത്ത് നോക്കി പറയുന്നതിന്റെ ചങ്കൂറ്റം തന്നെയാകുന്നു ഇന്ന് റാഠി എന്ന പേര്.